നമസ്കാരം, ബോണീസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഞാൻ ബോണി ജോസഫ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ സിമ്പിളിൻ്റെയും കണ്ടിന്യൂസിൻ്റെയും എല്ലാ ഫോംസും പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ പെർഫെക്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. എന്താണ് ഈ പെർഫെക്റ്റ് ടെൻസ്? ആദ്യമായി പ്രസന്റ് പെർഫെക്റ്റിലേക്ക്. ഈ പ്രസന്റ് പെർഫെക്റ്റ് സാധാരണയായി രണ്ട് അവസരങ്ങളിലാണ് പ്രയോഗിക്കാറുള്ളത്. ഒന്ന്, നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായി. ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ട്, ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്, ഞാൻ ലണ്ടൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിസിറ്റ് ചെയ്തു എന്നല്ല, ചെയ്തിട്ടുണ്ട് എന്നാണ്. രണ്ടാമതായി, നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു, ഇപ്പം അങ്ങ് തീർത്തേ ഉള്ളൂ, ഇതിനകം ചെയ്തു കഴിഞ്ഞു. ജസ്റ്റ്, ഓൾറെഡി ഒക്കെ ചേർത്ത് ഇപ്പം തീർത്തേ ഉള്ളൂ, ഇതിനകം ചെയ്തു തീർത്തു എന്ന് പറയാനും പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഞാൻ, ഞങ്ങൾ തുടങ്ങി സബ്ജക്ട്സ് ഏതാണെങ്കിലും പാടിക്കഴിഞ്ഞു അല്ലെങ്കിൽ പാടിയിട്ടുണ്ട്. ഐ, യു, വി തുടങ്ങിയവ ഹാവ് സാങ്. ഹി, ഷീ, ഇറ്റ് തുടങ്ങിയവ ഹാസ് സാങ്. ഇതിൻ്റെ വേർബ് ഫോമാറ്റ് ഹാവ് V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹി, ഷീ ഒക്കെ ആണെങ്കിൽ ഹാസ് V3. എക്സാമ്പിൾസ്: I have visited that place. She has just finished that novel. He has already done the homework. നമ്മൾ ഇതിനകം V1, V2, V3 അതായത് പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈ മൂന്ന് വെർബ് ഫോംസിനെ പറ്റി പറഞ്ഞു. അതെന്താണെന്ന് ചെറുതായിട്ട് ഇവിടെ ഒന്ന് വിശദീകരിക്കുകയാണ്. നോക്കുക. സിങ്, സാങ്, സാങ്. അതായത് സിങ് എന്ന പാടുക എന്ന പ്രവൃത്തിയുടെ പ്രസന്റ് സിങ്. ഈ പ്രസന്റിന് വേർബിൻ്റെ ബേസ് ഫോം അഥവാ റൂട്ട് ഫോം എന്ന് പറയാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് V1. അതിൻ്റെ പാസ്റ്റ് V2 സാങ് എന്നാണ്. V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ സങ് എന്നും. അതേസമയം പ്ലേ എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് പ്ലേഡ്, ഒരു ED ചേർക്കുന്നു. പാസ്റ്റ് പാർട്ടിസിപ്പിളും പ്ലേഡ്, ED ചേർക്കുന്നു. ഒരുവിധം എല്ലാ വേർബുകളും ED ചേർത്തിട്ടാണ് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാക്കാറുള്ളത്. ചില വേർബുകൾ സിങ്, സാങ്, സാങ്, സ്വിം, സ്വാം, സ്വാം, അങ്ങനെ കുറേ വേർബുകളുണ്ട്. അതേപ്പറ്റി വിശദമായി പിന്നെ ഒരു വീഡിയോയിൽ പറയാം. ഇനി പ്രസന്റ് പെർഫെക്റ്റിൻ്റെ ടൈം എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ്, ഓൾറെഡി, നെവർ, എവർ, യെറ്റ്, സിൻസ്, ഫോർ തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ ടൈം എക്സ്പ്രഷൻസ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് സങ് ജസ്റ്റ് നൗ. ഹി ഹാസ് ഓൾറെഡി സങ്. ഷീ ഹാസ് സങ് റീസെൻ്റ്ലി എന്നൊക്കെ പറയാം. ഇനി പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്. കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങൾ ഒരു സെൻറ്റൻസിൽ പറയുമ്പോൾ ആദ്യം നടന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴേക്കും ബസ് പോയി കഴിഞ്ഞിരുന്നു. ഇതിൽ ബസ് പോയി എന്നുള്ളത് ആദ്യം നടന്ന കാര്യമാണ്. നിങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി എന്നുള്ളത് രണ്ടാമത് നടന്നത്. അപ്പോൾ ഈ ബസ് പോയി കഴിഞ്ഞു എന്ന് കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും നിങ്ങളെവിടെ എത്തി എന്ന് കാണിക്കാൻ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കും. പാസ്റ്റിലേക്ക് പോകാം. ഞാൻ, ഞങ്ങൾ, നീ തുടങ്ങിയവ പാടിക്കഴിഞ്ഞിരുന്നു, പാടിയിട്ടുണ്ടായിരുന്നു. ഐ, യു, വി, ദേ ഹാഡ് സങ്. ഹി, ഷീ, ഇറ്റ് ഹാഡ് സങ്. സബ്ജക്റ്റ് ഏതാണെങ്കിലും ഹാഡ് V3. ഇത് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇതിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് റെഡിലും പാസ്റ്റ് ടെൻസ് ബ്ലൂവിലും കാണിച്ചിരിക്കുന്നു. ദ ട്രെയിൻ ഹാഡ് ഗോൺ ബൈ ദ ടൈം ഐ റീച്ച് ദ സ്റ്റേഷൻ. ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. ട്രെയിൻ പോയി എന്നതാണ് ഇവിടെ ആദ്യം നടന്ന കാര്യം. ഷീ ഹാഡ് എക്സ്പ്ലെയിൻ ദ പ്ലാൻ ടു ഹെർ കൊളീഗ്സ് ബിഫോർ ഷീ പ്രസൻറ്റഡ് ഇറ്റ് ടു ഹെർ ബോസ്. ബോസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവൾ പ്ലാൻ കൊളീഗ്സിനോട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ദ ഫ്ലൈറ്റ് ഹാഡ് ലാൻഡഡ് വെൻ ഐ റീച്ച് ദ എയർപോർട്ട്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ടൈം എക്സ്പ്രഷൻസ് ജസ്റ്റ്, ഓൾറെഡി, നെവർ, എവർ, യെറ്റ്, സിൻസ്. മിക്കവാറും പ്രസന്റ് പെർഫെക്റ്റിൻ്റെ ടൈം എക്സ്പ്രഷൻസ് ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഐ ഹാഡ് സങ് ലേറ്റ്ലി. ഷീ ഹാഡ് സങ് ഫോർ എ വൈൽ തുടങ്ങിയവ. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചറിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളൊരു കാര്യം ചെയ്തു തീർക്കും എന്ന് കാണിക്കാനായി ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിൽ പറഞ്ഞു ഇപ്പോഴൊരു കാര്യം ചെയ്തു തീർത്തേ ഉള്ളൂ എന്ന് പറയാനായി ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിലെ ഒരു ടൈം പോയിന്റിൽ, ഉദാഹരണത്തിന് നാളെ രാവിലെ 10 മണിയാകുമ്പോഴേക്കും ഞാൻ ഈ വർക്ക് ചെയ്തു തീർത്തിരിക്കും. ഞാൻ, ഞങ്ങൾ, നീ തുടങ്ങിയവ പാടിക്കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ പാടിയിട്ടുണ്ടാകും. ഐ, യു, വി തുടങ്ങിയവ വിൽ ഹാവ് സങ്. ഹി, ഷീ, ഇറ്റ് വിൽ ഹാവ് സങ്. സബ്ജക്റ്റ് ഏതാണെങ്കിലും
will have V3. ഉദാഹരണം, by next month we will have finished our graduation. By 7 p.m. everyone will have arrived for the party. ഇതിൻ്റെ ടൈം എക്സ്പ്രഷൻസ് until, till, before, by the time, by tomorrow, in 2 weeks തുടങ്ങിയവയാണ്. I will have sung by the time you arrive. പെർഫെക്റ്റിൻ്റെ 3 ഫോംസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. മലയാളത്തിൽ സബ്ജക്ട്സ് ഏതാണെങ്കിലും പാടിക്കഴിഞ്ഞു അല്ലെങ്കിൽ പാടിയിട്ടുണ്ട്. പാസ്റ്റിൽ പാടിക്കഴിഞ്ഞിരുന്നു, പാടിയിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചറിൽ പാടിക്കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ പാടിയിട്ടുണ്ടാകും. IUV തുടങ്ങിയവ have sung. പാസ്റ്റിൽ had sung, ഫ്യൂച്ചറിൽ will have sung. he, she, it തുടങ്ങിയവ പ്രസൻറ്റിൽ has sung, പാസ്റ്റിൽ had sung, ഫ്യൂച്ചറിൽ will have sung. verb format have or has V3 പ്രസൻറ്റിൽ, had V3 പാസ്റ്റിൽ, will have V3 അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫ്യൂച്ചറിൽ. പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചു. ഇനിയുള്ള ടെൻസ് ഫോംസ് അടുത്ത വീഡിയോകളിൽ. സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഗുഡ് ബൈ.